Hi students, welcome to today's chemistry class, Chemical Bonding, Part 2. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിങ്. ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ട്സ്, കോവാലന്റ് ബോണ്ട്സ്, ഹൈഡ്രജൻ ബോണ്ട്സ് ആൻഡ് മെറ്റാലിക് ബോണ്ട്സ്. നമുക്കറിയാം ആറ്റംസ് കൂടിച്ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ഈ ആറ്റംസ് മോളിക്യൂൾസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് കെമിക്കൽ ബോണ്ട് വഴിയാണ്. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് ബോണ്ട് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓൾ ആറ്റംസ് ട്രൈങ് ടു അച്ചീവ് സ്റ്റേബിൾ ഒക്റ്ററ്റ്. ആറ്റംസ് ഒക്റ്ററ്റ് എന്ന കംപ്ലീറ്റ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൈവരാൻ വേണ്ടിയാണ് അവർ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. എ ബോണ്ട്, അതായത് കെമിക്കൽ ബോണ്ട്, റിസൾട്ട് ഫ്രം ദ അട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയർ ഫോർ ഇലക്ട്രോൺസ്. നമ്മളിവിടെ കെമിക്കൽ ബോണ്ട് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. കെമിക്കൽ ബോണ്ടിനകത്ത് രണ്ട് ടൈപ്പ് കെമിക്കൽ ബോണ്ടാണ്. ഒന്ന് സ്ട്രോങ് ബോണ്ടും രണ്ടാമത്തത് വീക്ക് ബോണ്ടും. സ്ട്രോങ് ബോണ്ട്സിന് എക്സാമ്പിൾ ആണ് അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, കോർഡിനേറ്റ് അല്ലെങ്കിൽ അതിനെ ഡേറ്റീവ് കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. അതുപോലെ മെറ്റാലിക് ബോണ്ട്. ഇതെല്ലാം സ്ട്രോങ് ബോണ്ട്സ് ആണ്. ഇനി വീക്ക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടും വാൻഡർവോൾസ് ബോണ്ട് ഇന്ററാക്ഷനും ഒക്കെ വീക്ക് ആയിട്ടുള്ള കെമിക്കൽ ബോണ്ട്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അന്നേരം ടു ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ട് ആണ്, സ്ട്രോങ് ബോണ്ടും വീക്ക് ബോണ്ടും. നമുക്ക് അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ. ഇനി വീക്ക് ആയിട്ടുള്ള ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടും വാൻഡർവോൾസ് ബോണ്ടുമാണ്. ആറ്റംസ് എന്തിനാണ് കമ്പൈൻ ചെയ്യുന്നത്? ഹൗ ഡു ആറ്റം കമ്പൈൻ? പല രീതിയിൽ കമ്പൈൻ ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ നമുക്കറിയാം എന്തിനാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയാണ് അത് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്. ഇനി ഈ കോമ്പിനേഷൻ, അതായത് കെമിക്കൽ ബോണ്ട് ഉണ്ടാകാൻ വേണ്ടി രണ്ട് ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ്. ഒന്ന്, ആറ്റംസിന് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ടൈപ്പിനാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. വേറെ ടൈപ്പ് എന്നാന്ന് ചോദിച്ചാൽ ആറ്റംസിന് ഇലക്ട്രോണിനെ കൊടുക്കാൻ സാധിക്കുകയാണ്. ഒരാറ്റം മറ്റേ ഇലക്ട്രോണിന് അതിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ട് ഒരു കെമിക്കൽ ബോണ്ടിൽ ഇങ്ങനെ ഏർപ്പെടുന്നു. അതാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പം അറിയാം, ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് രണ്ട് രീതിയിൽ അവരെ സഹായിക്കാം. ഒന്ന് എന്താണ് ഒരു മാർഗം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫുഡ് നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ട് ഷെയർ ചെയ്യുവാണെങ്കിൽ അത് കോവാലന്റ് ബോണ്ടിന് പോലത്തെ എക്സാമ്പിൾ ആണ്. ഇനി അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങളുടെ ഫുഡ് മുഴുവനായിട്ട് അവന് കൊടുക്കുക. നീ തന്നെ കഴിച്ചോ, എനിക്ക് വേണ്ട, എനിക്ക് ഉച്ചയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവന് കൊടുക്കുവാണെങ്കിൽ അതെന്താണ്? അയോണിക് ബോണ്ടിന് എക്സാമ്പിൾ ആണ്. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ് അയോണിക് ബോണ്ട്. Atoms can combine in the following two ways. First one, transfer of one or more electron from the valence shell of one atom to the valence shell of another atom. അതായത് ബോണ്ടിന് എക്സാമ്പിൾ ആണ്, അയോണിക് ബോണ്ടിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 1 or 2, 3 electron pairs of the valence shell of both the combining atoms are shared between them. ഷെയർ ചെയ്യുന്നതാണ് കോവാലന്റ് ബോണ്ടിന് എക്സാമ്പിൾ ആണ് ഷെയറിങ്. അന്നേരം നമ്മൾ ഇപ്പം രണ്ട് രീതിയിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാന്ന് പഠിച്ചു. അന്നേരം അതനുസരിച്ചാണ് ബോണ്ടിനെ തിരിച്ചിരിക്കുന്ന അയോണിക് ബോണ്ടിനും കോവാലന്റ് ബോണ്ടിങ് എന്നും. 2 മേജർ ടൈപ്സ് ഓഫ് ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ടിങ്. അയോണിക് ബോണ്ടിങ് ഫോംസ് അയോണിക് കോമ്പൗണ്ട്സ്. അവിടെ നടക്കുന്ന കെമിക്കൽ ബോണ്ട് എങ്ങനെയാണ് നടക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്താണ് അയോണിക് ബോണ്ട് നടക്കുന്നത്. കോവാലന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫോംസ് മോളിക്യൂൾ. എങ്ങനെയാണ് മോളിക്യൂൾസ് ആകുന്ന ആറ്റംസ്? ഷെയറിംഗ് ഇലക്ട്രോൺ ഷെയർ ചെയ്താണ് അവിടെ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. അന്നേരം നമ്മൾ ആദ്യത്തെ ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ടിങ്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ അല്ലെ. എവിടെയാണ് അയോണിക് ബോണ്ടിങ് നടക്കുന്നത്? ഏത് ടൈപ്പ് ആണെന്നാണ് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഓൾവേസ് ഫോംഡ് ബിറ്റ്വീൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അയോണിക് ബോണ്ട് ഉണ്ടാകുന്നത് മെറ്റൽസിലും നോൺ മെറ്റൽസിലുമാണ്. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണെ കൊടുക്കുന്നു, നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ വാങ്ങിക്കുന്നു. എന്നിട്ട് ആ മെറ്റലും നോൺ മെറ്റലും കൂടെ കമ്പൈൻ ചെയ്ത് അവരൊരു ടൈപ്പ് ഒരേ കോമ്പൗണ്ടായി മാറുന്നു. അതാണ് അയോണിക് ബോണ്ടിങ്ങിൽ നടക്കുന്നത്. അയോണിക് ബോണ്ടിങ്ങിനകത്ത്
മെറ്റൽസും നോൺ മെറ്റൽസും ആണ് പങ്കെടുക്കുന്നത്. മെറ്റൽസ് ഇലക്ട്രോണെ കൊടുക്കുന്നു, നോൺ മെറ്റൽസ് ഇലക്ട്രോണെ വാങ്ങിക്കുന്നു. അങ്ങനെ അവര് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഒറ്റ ഫാമിലി ആയിട്ട് തീരുന്നു. അതാണ് അയോണിക് ബോണ്ടിങ്. അയോണിക് ബോണ്ടിങ്ങിനകത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് നമ്മൾ പറഞ്ഞു, മെറ്റൽസും നോൺ മെറ്റൽസും കൂടെ കമ്പൈൻ ചെയ്താണ് അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അവിടുത്തെ ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. ലുക്ക് അപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ആറ്റംസ് ഇൻ ദ ബോണ്ട് ആൻഡ് സബ്ട്രാക്ട്. അതായത് സോഡിയം ക്ലോറൈഡും കാൽസ്യം ക്ലോറൈഡും ഒക്കെ അയോണിക് ബോണ്ടിങ് നടത്തുന്ന അയോണിക് കോമ്പൗണ്ട്സ് ആണ്. സോഡിയം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ്. അതുപോലെ പോളി ആറ്റോമിക് കോമ്പൗണ്ട്സ് ഉണ്ട്. പോളി ആറ്റോമിക് കോമ്പൗണ്ട്സ് ആണ് സോഡിയം നൈട്രേറ്റ്, NaNO3 ഒക്കെ പോളി ആറ്റോമിക് അയോൺസ് ആണ് അയോണിക് ബോണ്ടിങ് നടത്തുന്നത്. അയോണിക് ബോണ്ടിങ്ങില്ലാതെ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ വാലന്റ് ഷെൽ ഓഫ് ആറ്റംസ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു, മെറ്റൽസിൽ നിന്ന് ഇലക്ട്രോൺ നോൺ മെറ്റലിന് കൊടുക്കുന്നു. അയോണിക് കോമ്പൗണ്ട്സ് ആർ മെയ്ഡ് ഓഫ് അയോൺസ്. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. Na+ കൊണ്ടും Cl- കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അയോണിക് കോമ്പൗണ്ട്സ് ആർ കോൾഡ് സോൾട്സ് ഓർ ക്രിസ്റ്റൽസ്. അയോണിക് കോമ്പൗണ്ട്സ് നമ്മൾ വിളിക്കുന്നത് സോൾട്സ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ്. അതാണ് സോഡിയം ക്ലോറൈഡ് ഒരു സോൾട്ട് ആണ് അല്ലെ, കറിയുപ്പ്. സോൾട്ട് നമ്മളെപ്പോഴും സാധാരണ പറയുന്നത് ടേബിൾ സോൾട്ട്. Ionic bonds are so polar that the electrons are not shared but transferred between atoms forming ions. Electrons are not shared but transferred between atoms forming ions. ഇനി അയോണിക് കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ്, ഗുണഗണങ്ങൾ പറഞ്ഞാൽ ഹാർഡ് സോളിഡ് ആണ്. അതുപോലെ അയോണിക് സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്. നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് ഫേസ്. കറണ്ടിനെ കടത്തിവിടത്തില്ല സോളിഡ് ഫേസിനകത്ത്. എന്നാൽ മോൾട്ടൺ സ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ ലിക്വിഡ് ഫേസിനകത്ത് എന്താണത്, അവിടെ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ഗുഡ് കണ്ടക്ടേഴ്സ് ഇൻ ലിക്വിഡ് ഫേസ് ഓർ ഡിസോൾവ് ഇൻ വാട്ടർ. അതാണ് നമുക്ക് നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് ഫേസ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഇൻ ലിക്വിഡ് ഫേസ് ഓർ ഡിസോൾവ് ഇൻ വാട്ടർ. ഇവിടെ നമ്മൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് കാണുന്നത്. An ionic bond is a type of chemical bond that involves a metal and non-metal. സോഡിയം ക്ലോറൈഡിനകത്ത് ആരാണ് മെറ്റൽ? സോഡിയം. നോൺ മെറ്റൽ ആരാണ്? Cl. ത്രൂ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ, Na+ഉം Cl- തമ്മിലുള്ള ആ പ്ലസും മൈനസും തമ്മിലുള്ള അട്രാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നടക്കുന്നത്. ഇൻ ഷോർട്ട്, ഇറ്റ് ഈസ് എ ബോണ്ട് ഫോംഡ് ബൈ അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഓപ്പോസിറ്റ്ലി ചാർജ് അയോൺസ്. 2 ഓപ്പോസിറ്റ്ലി ചാർജ് അയോൺസിന് എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, Na+ഉം Cl- തമ്മിലുള്ള അട്രാക്ഷൻ മുഖാന്തരമാണ് അവിടുത്തെ അയോൺസ് കൂടി ചേർന്ന് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇതതിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ് നമുക്ക് നോക്കാം. സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇവിടെ സോഡിയം ക്ലോറൈഡിനകത്ത് സോഡിയം, ഈ സോഡിയത്തിന്റെ സോഡിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സോഡിയം 11 ആറ്റോമിക് നമ്പർ 1s2, 2s2, 2p6, 3s1. ഈ 3s1 ഇലക്ട്രോണെ നമ്മളിവിടെ കാണുന്നത്. സോഡിയം എന്ത് ചെയ്യുന്നു? സോഡിയത്തിന് 3s1 കൊടുത്താൽ ബാക്കി 2s2, 2p6 8 ഇലക്ട്രോൺ ഉള്ള ഇന്നർ കോൺഫിഗറേഷൻ കിട്ടുന്നു. അത് സ്റ്റേബിളാണ്. ക്ലോറിന് അടുത്ത് വരുമ്പോൾ ക്ലോറിന്റെ ബാക്കി ഷെല്ലിനകത്ത് 7 അല്ലെ. ക്ലോറിന്റെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം ക്ലോറിന്റെ ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് 17 ആണ്. അതിന്റെ വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. അതാണ് ഈ കാണുന്നത്. നമ്മൾ ഈ നീല കളറിലുള്ള ക്ലോറിന്റെ ചുറ്റും 7 കാണുന്നു. 1, 2, 3, 4, 5, 6, 7. അന്നേരം ക്ലോറിന് എന്താണ് ആവശ്യം? ഒരു ഇലക്ട്രോണെ കിട്ടിയാൽ 8 ഒക്ടറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം ആകാം. അന്നേരം ഈ സോഡിയത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ സോഡിയം സന്തോഷത്തോടുകൂടി ഒരു ഇലക്ട്രോണെ കൊടുത്ത് ക്ലോറിൻ ഇലക്ട്രോണെ സ്വീകരിക്കുന്നു. അന്നേരം ക്ലോറിന് ചാർജസ് ഒരു ഇലക്ട്രോണെ കിട്ടുന്നതുകൊണ്ട് Cl- ആവും. സോഡിയത്തിന് ഒരു ഇലക്ട്രോണെ കൊടുക്കുന്നതുകൊണ്ട് Na+ ആകും. അന്നേരം സോഡിയം ഒരു ഇലക്ട്രോണെ ക്ലോറിന് കൊടുത്ത് Na+ഉം ക്ലോറിൻ Cl- ആയി മാറുന്നു. അന്നേരം അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നടന്നവര് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഓക്കെ. Ionic compounds essentially complete electron transfer from an element of low ionization energy to an element of high electron affinity. അതായത് മെറ്റലും നോൺ മെറ്റലും തമ്മിലാണ് അയോണിക് കോമ്പൗണ്ട്സിനകത്ത് ബോണ്ടിങ് നടക്കുന്നത്. മെറ്റലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോ അയണൈസേഷൻ എനർജിയാണ്. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോണെ വിട്ടു നൽകുന്നതിന് ആവശ്യമായ എനർജിനെയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ലോ അയണൈസേഷൻ എനർജി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇലക്ട്രോണെ കൊടുക്കുന്നു. ലോ അയണൈസേഷൻ എനർജി ഉള്ള മെറ്റലും ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ള നോൺ മെറ്റലും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. അതാണ് സോഡിയവും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്യുന്നത്.
Sodium solid plus half Cl2 gives Na plus Cl minus gives sodium chloride solid. ഇങ്ങനെ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത് മെയിൻ ആയിട്ട് ബിറ്റ്വീൻ മെറ്റൽസ് ഏതൊക്കെയായിരിക്കും മെറ്റൽസ്? ആൽക്കലി മെറ്റൽസ് ഉണ്ട്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഉണ്ട്, പിന്നെ ഡി ബ്ലോക്ക് എലമെന്റ് ആയ ട്രാൻസിഷൻ മെറ്റൽസ് ഉണ്ട് അല്ലെ. ട്രാൻസിഷൻ മെറ്റൽസും ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രൂപ്പ് 16 ഗ്രൂപ്പ് 17 ഒക്കെ മെയിൻ ആയിട്ടുള്ള നോൺ മെറ്റൽസ് ആണ്. അവ തമ്മിൽ ഉണ്ടാകുന്ന മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിലുള്ള ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ടിങ്. ഇനി അയോണിക് ബോണ്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോൺ ഡയറക്ഷണൽ ബോണ്ടിങ് ആണ്. കൂളോംബിക് ചാർജ് ഇന്ററാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കൂളോംബിക് ചാർജ് ഇന്ററാക്ഷൻ. ഇതൊക്കെ അയോണിക് സോളിഡിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ് ഇങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അയോണിക് കോമ്പൗണ്ട്സിന് ഫേവർ ആയിട്ടുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചില കണ്ടീഷൻസ് ഫേവർ ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ പെട്ടെന്ന് തന്നെ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അയോണിക് ഫോം ചെയ്യുന്നു. നമ്മളിപ്പം പഠിച്ചായിരുന്നു മെറ്റൽസും നോൺ മെറ്റൽസും ആണ് നടക്കുന്നത് അല്ലെ. അന്നേരം ഒരു ഇലക്ട്രോൺ ഒരിടത്തുനിന്ന് മാറി കംപ്ലീറ്റ് ആയിട്ട് വേറൊരിടത്തേക്ക് കൊടുക്കുകയാണ്. അതാണ് അങ്ങനെ വേണമെങ്കിൽ അതിന് അയനൈസേഷൻ എൻതാൽപ്പി ലോ ആയിരിക്കണം. മെറ്റൽസിന്റെ അയനൈസേഷൻ എൻതാൽപ്പി ലോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയൊരു എനർജി കൊടുക്കുമ്പോൾ തന്നെ ഇലക്ട്രോണെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ നമുക്ക് പറയാം സ്മോൾ അയനൈസേഷൻ എനർജി അല്ലെങ്കിൽ ലോ അയനൈസേഷൻ എനർജി. ലെസ്സർ ദ വാല്യൂ ഓഫ് അയനൈസേഷൻ എൻതാൽപ്പി ഗ്രേറ്റർ ദ ടെൻഡൻസി ഓഫ് ദ ആറ്റം ടു ഫോം കാറ്റയോൺ. എന്നൊരു എക്സാമ്പിൾ, ആൽക്കലി മെറ്റൽ ഫോം കാറ്റയോൺ ഈസിലി ബിക്കോസ് ഓഫ് ദ ലോ വാല്യൂ ഓഫ് അയനൈസേഷൻ എനർജി. എന്നാൽ ആൽക്കലി മെറ്റൽസ് പെട്ടെന്ന് തന്നെ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു. അടുത്ത രണ്ടാമത്തെ ഇതെന്താണ്? അയനൈസേഷൻ അയണിക് ബോണ്ട് ഉണ്ടാകാൻ നമുക്കറിയാം Cl മൈനസ് അല്ലെങ്കിൽ മൈനസ് ആനിയോൺ ഉണ്ടാകണം. ആനിയോൺ ഉണ്ടാകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ ദ ടെൻഡൻസി ടു ഫോം ആൻ ആനിയോൺ. ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നമുക്കറിയാം ഹാലജൻസിന് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഹാലജൻ പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 17 ഏറ്റവും ഹയസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള ആൾക്കാരാണ് ഹാലജൻസ്. കാരണം നമുക്കറിയാം അതിന്റെ ബാഹ്യ ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം 7 7 ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ 8 അതിനുവേണ്ടി അത് എന്ത് ചെയ്യുന്നു? ഹാലജൻസ് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വിതിൻ ദ റെസ്പെക്റ്റീവ് പീരീഡ്സ് ആൻഡ് ഫോം അയോണിക് കോമ്പൗണ്ട് ഈസിലി. അന്നേരം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഗ്രേറ്റർ ആയിരിക്കണം, അയനൈസേഷൻ എനർജി ലോവർ ആയിരിക്കണം. ഓക്കെ, 2 കണ്ടീഷൻ. അതാണ് 2 ഫാക്ടേഴ്സ് ഫോർ ഫേവറിംഗ് അയോണിക് കോമ്പൗണ്ട്സ്. ഇനിയും 1 ഫാക്ടേഴ്സ് ഏതാ നമുക്ക് നോക്കാം. അടുത്തതാണ് ലാറ്റിസ് എൻതാൽപ്പി. നിങ്ങൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അധികം കേട്ടിട്ടില്ല അല്ലെ. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? ഇപ്പൊ നമുക്ക് 2 രീതിയിലാണ് നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി പറയാം. 1 മോൾ സോഡിയം ക്ലോറൈഡ്. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് നമ്മൾ പഠിച്ചുകൊണ്ട് പറയാണ് സോഡിയം ക്ലോറൈഡ് അയോണിക് കോമ്പൗണ്ട് ആണ്. ഈ അയോണിക് കോമ്പൗണ്ട് Na പ്ലസും Cl മൈനസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണ്. Na പ്ലസും Cl മൈനസും ഗ്യാസുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അതിനാവശ്യമായ എനർജി വെറുതെ ഒന്നും അയോണിക് കോമ്പൗണ്ട് പെട്ട Na പ്ലസ് Cl മൈനസ് ഗ്യാസുമായിട്ടൊന്നും പോകത്തില്ല. അതിന് എനർജി നല്ല ഹൈ നല്ല ഇതിന്റെ ലാറ്റിസ് എന്ന് പറയാൻ നല്ല കട്ടിയുള്ള നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥ സോഡിയം ക്ലോറൈഡിന്റെ ലാറ്റിസ്. അത് വിഘടിച്ച് അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്ത് Na പ്ലസ് ഗ്യാസും Cl മൈനസ് ഗ്യാസും ആകണമെങ്കിൽ ഹൈ എനർജി കൊടുക്കണം. അതിനാണ് ലാറ്റിസ് എൻതാൽപ്പി എനർജി. ലാറ്റിസ് തകർക്കുന്നതിന് ആവശ്യമായ എനർജി. അതുപോലെ തന്നെ Na പ്ലസ് Cl മൈനസും കൂടി ചേർന്ന് എന്താകാം? സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലും ആകാം. അതും നമ്മൾ എന്ത് പറയാം ലാറ്റിസ് എൻതാൽപ്പിയുടെ ഇതിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. Lattice enthalpy is the energy released when the close packing of the gaseous ions of the opposite charge forms 1 mole of ionic solid. Magnitude of lattice energy gives an idea about inter-ionic forces, and it also gives the measure of the stability of the ionic compound, which depends. നമ്മൾ ഇവിടെ ഓർത്തിരിക്കണം, ഹൈ ലാറ്റിസ് എൻതാൽപ്പി ഉണ്ടെങ്കിൽ അയനൈസേഷൻ കോമ്പൗണ്ടിന്റെ അയോണിക് കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റി കൂടുന്നു. ഹൈ ലാറ്റിസ് എൻതാൽപ്പി. നമ്മളിപ്പോൾ ലാറ്റിസ് എൻതാൽപ്പി 3ാമത്തെ ഫാക്ടറാണ് അയോണിക് ബോണ്ടിനെ ഫേവർ ചെയ്യുന്നത്. ഇനി അടുത്ത ഫാക്ടറാണ് സൈസ് ഓഫ് ദ അയോൺ. സൈസ് ഓഫ് ദ അയോൺ അതായത് എങ്ങനെയാണ് അയോൺസിന്റെ സൈസ്? സ്മോളർ ദ സൈസ് ഓഫ് ദ അയോൺ, ലെസ്സർ ദ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആൻഡ് ഗ്രേറ്റർ ദ ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ. നമുക്ക് ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ വേണം, പ്ലസും മൈനസും. അന്നേരം ചെറിയ സൈസ് ആണെങ്കിൽ ഗ്രേറ്റർ അട്രാക്ഷൻ ഉണ്ടാവും. Hence, the larger the magnitude of lattice energy വരും ഇവിടെ. Smaller the size of the ion, lesser the internuclear distance and the greater the inter-ionic interaction. Okay. അടുത്താണ് ചാർജ് ഓൺ ദ അയോൺ. ചാർജ് നമുക്കറിയാം പ്ലസ് ആകാം, 1 പ്ലസ് ആണെങ്കിൽ 1 ഇലക്ട്രോൺ പോയി, 2 പ്ലസ് ആണെങ്കിൽ 2 ഇലക്ട്രോൺ പോയി എന്നൊക്കെ പറയാം അല്ലെ. അന്നേരം ലാർജർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഓൺ ദ അയോൺസ് ഗ്രേറ്റർ വിൽ ബി ദ അട്രാക്റ്റീവ് ഫോഴ്സ്.
അന്നേരം ചാർജ് പറയുകയാണെങ്കിൽ ലാർജർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഓൺ ദ അയോൺസ് ഗ്രേറ്റർ വിൽ ബി ദ അട്രാക്റ്റീവ് ഫോഴ്സ്. ഇവിടെ നമ്മൾ 5 കാര്യങ്ങളാണ് അയോണിക് ബോണ്ടിനെ ഫേവർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ലോ അയണൈസേഷൻ എനർജി, ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഹൈ ലാറ്റിസ് എൻതാൽപ്പി, അതായത് സ്മോൾ സൈസ് ഓഫ് ദ അയോൺ ആൻഡ് ലാർജർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഓൺ ദ അയോൺ. ഇത്രയും കാര്യങ്ങളാണ് അയോണിക് ബോണ്ടിനെ ഫേവർ ചെയ്യുന്ന ഘടകങ്ങൾ. ഓക്കെ, നമ്മളിപ്പം ലാറ്റിസ് എൻതാൽപ്പിയെ പറ്റി പറഞ്ഞായിരുന്നില്ല, അതൊന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ വരാനുള്ളതാണ് ലാറ്റിസ് എൻതാൽപ്പി, ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാം. ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ആൻ അയോണിക് സോളിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ energy required to separate 1 mole of a solid ionic compound into gaseous constituent ions. നമുക്കൊരു എക്സാമ്പിൾ പറയാം. The lattice enthalpy of sodium chloride is 788 കിലോജൂൾ. ലാറ്റിസ് എൻതാൽപ്പി പറയാണ് സോഡിയം ക്ലോറൈഡ് 788 കിലോജൂൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ അർത്ഥം എത്രയേ ഉള്ളൂ? 788 കിലോജൂൾ ഓഫ് എനർജി ഈസ് റിക്വയർഡ് ടു സെപ്പറേറ്റ് 1 മോൾ ഓഫ് സോളിഡ് NaCl into 1 മോൾ ഓഫ് Na plus ഗ്യാസ് ആൻഡ് 1 മോൾ ഓഫ് Cl മൈനസ് ഗ്യാസ്. NaCl എന്ന സോളിഡിന്റെ ലാറ്റിസ് എൻതാൽപ്പി 788 കിലോ ജൂൾ ആണ്. അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ? 788 കിലോ ജൂൾ എനർജി സോഡിയം ക്ലോറൈഡിന് കൊടുത്തെങ്കിൽ മാത്രമേ 1 മോൾ ഓഫ് സോഡിയം ക്ലോറൈഡിന് കൊടുത്തെങ്കിൽ മാത്രമേ 1 മോൾ ഓഫ് Na പ്ലസും 1 മോൾ ഓഫ് Cl മൈനസ് ഗ്യാസും ഉണ്ടാകത്തുള്ളൂ. നേരം ആ ലാറ്റിസിനെ തകർക്കുന്നതിന് ആവശ്യമായ എനർജി 788 കിലോ ജൂൾ ആണ്. അത് തകർക്കുമ്പോൾ അത് എന്തായി മാറും? Na പ്ലസ് ഗ്യാസും 1 മോൾ ഓഫ് Cl മൈനസ് ഗ്യാസുമായി മാറുന്നു. ഇതാണ് ലാറ്റിസ് എൻതാൽപ്പി. നമുക്ക് 2 ടേംസിൽ പറയാം. സോഡിയം ക്ലോറൈഡ് Na പ്ലസ് Cl മൈനസ് ആകുന്നത് ലാറ്റിസ് എൻതാൽപ്പിയാണ്. അതുപോലെ തന്നെ Na പ്ലസ് Cl മൈനസ് സോഡിയം ക്ലോറൈഡ് അങ്ങോട്ടാവുകയാണെങ്കിൽ പ്ലസ് ചേർത്ത് പറഞ്ഞാൽ മതി. Na പ്ലസും പ്ലസ് Cl മൈനസും NaCl ആവുകയാണെങ്കിൽ അത് മൈനസ് ചേർത്ത് പറഞ്ഞാൽ മതി. അതിന്റെ ഫാക്ടർ മൈനസ്. Ionic compounds have a strong molecular force of attraction and they are generally found in solid state. The amount of energy required to separate 1 mole of solid ionic compound into constituent gaseous ion is known as lattice enthalpy. Okay, sodium chloride solid Na പ്ലസും Cl മൈനസും ആയിട്ട് മാറുന്നു അല്ലെ. Na പ്ലസ് Cl മൈനസും ആയിട്ട് മാറുന്നു. അന്നേരം നമുക്ക് എൻതാൽപ്പി ചേഞ്ച് ഇവിടെ സോഡിയം ക്ലോറൈഡ് സോളിഡിനാണ് എൻതാൽപ്പി ഏറ്റവും കുറവ്. അത് കഴിഞ്ഞ് Na പ്ലസ് ഗ്യാസും Cl മൈനസ് ഗ്യാസുമായിട്ട് മാറുമ്പോൾ എന്താണ് അവിടെ എൻതാൽപ്പി കൂടി വരുന്നു. അന്നേരം 788 കിലോ ജൂൾ കൊടുത്തെങ്കിൽ മാത്രമേ സോഡിയം ക്ലോറൈഡ് എന്തായി മാറത്തുള്ളൂ? Na പ്ലസും Cl മൈനസും ആയി മാറുന്നു. ഇനി Na പ്ലസ് ഗ്യാസും Cl മൈനസ് ഗ്യാസും ഇങ്ങോട്ടും എന്താകാം? NaCl ആകാം. അന്നേരം അവിടെ എത്രയാണ്? മൈനസ് 788 എന്നുള്ളതാണ് അവിടുത്തെ കൺസെപ്റ്റ് വരുന്നത്. നമുക്ക് നോക്കാം സോഡിയം ക്ലോറൈഡ് പെട്ടെന്നൊന്നും സോഡിയം ക്ലോറൈഡ് ഇപ്പൊ നമുക്ക് ഇവിടെ ലാറ്റിസ് എൻതാൽപ്പി കാണാം. Na പ്ലസ് ഗ്യാസ് പ്ലസ് Cl മൈനസ് ഗ്യാസ് NaCl ആകുന്നു. ഇവിടെ ലാറ്റിസ് എനർജി ഡെൽറ്റ എച്ച് അത് Na പ്ലസും Cl മൈനസും കൂടെ സോഡിയം ഇതാകുന്നു. ഇവിടെ പലതരത്തിലുള്ള സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളിലൂടെ കടന്നെങ്കിൽ മാത്രമേ നമുക്ക് നേരെ നമ്മളിപ്പം ഉദ്ദേശിക്കുന്ന സോഡിയം ക്ലോറൈഡ് Na പ്ലസിൽ നിന്നും Cl മൈനസിൽ നിന്നും സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഉണ്ടാകത്തുള്ളൂ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ സബ്ലിമേഷൻ, ഡിസോസിയേഷൻ, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റെപ്പുകളിലൂടെ കടന്നു വേണം സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ Na പ്ലസ് Cl മൈനസിലോട്ട് എത്താൻ. നമുക്കൊന്ന് നോക്കാം അത് ഏതൊക്കെ സ്റ്റെപ്പുകളാണ്. ലാറ്റിസ് എൻതാൽപ്പി ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി അസോസിയേറ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് 1 മോൾ ഓഫ് അയോണിക് കോമ്പൗണ്ട് from its gaseous ion under standard condition. Lattice enthalpy എന്ന് പറഞ്ഞാൽ formation of 1 mole of an ionic compound from its gaseous ions. നമുക്കൊന്ന് പരിശോധിക്കാം. സോഡിയം സോളിഡും ഹാഫ് Cl2 കൂടി ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അന്നേരം സോഡിയം ക്ലോറൈഡ് സോളിഡിന്റെ പേരൻസ് ആണ് സോഡിയം സോളിഡും ഹാഫ് Cl2 ഗ്യാസും. ഇവിടെ ഡെൽറ്റ എച്ച് ഫോർമേഷൻ ആണ് ഇപ്പം ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഡെൽറ്റ എച്ച് ഫോർമേഷൻ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടത്തില്ല. അതിന് പലതരത്തിലുള്ള പ്രോസസ്സ് സ്റ്റെപ്പുകളിലൂടെ കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡെൽറ്റ എച്ച് ഫോർമേഷനിൽ നമുക്ക് എത്തത്തുള്ളൂ. അന്നേരം നമുക്കത് എന്താണെന്ന് നോക്കാം. സോഡിയം സോളിഡ് സോഡിയം ഗ്യാസ് ആണ്. നമുക്കറിയാം ഒരു സോളിഡ് സ്റ്റേറ്റ് ഡയറക്റ്റ് ഗ്യാസ് ആകുന്ന പ്രോസസ്സിന് പറയുന്നത് സബ്ലിമേഷൻ. അന്നേരം അതിന് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഉണ്ട്. അതുപോലെ സോഡിയം ഗ്യാസ് എന്തായി മാറണം? സോഡിയം പ്ലസ് ആകണം.
അതിനെയാണ് അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത്. സോഡിയത്തിനകത്തെ ബാക്കി ഷെല്ലിലെ ഇലക്ട്രോണെ മാറ്റണം, അതാണ് അയനൈസേഷൻ എനർജി. അടുത്ത ക്ലോറിൻ. ക്ലോറിൻ എന്താണ്? ഹാഫ് Cl2 വരുന്നു. Cl2 എന്തായി മാറണം? Cl ഗ്യാസ് ആയി മാറണം. ഈ Cl ഗ്യാസ് ആകണമെങ്കിൽ അവിടെ ഡിസോസിയേഷൻ നടക്കണം. Cl2 ബ്രേക്ക് ചെയ്ത് Cl ആയി മാറണം. അതാണ് അതിന്റെ എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അന്നേരം അവിടെ എൻതാൽപ്പി വരുന്നു. അതുപോലെ ഈ Cl മൈനസ് ആകണമെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വേണം, അല്ലെ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അന്നേരം ഇവിടെ എന്തായി മാറി? Na പ്ലസും Cl മൈനസും. ഇവിടെയാണ് ഇനി ലാറ്റിസ് എൻതാൽപ്പി എന്ന കൺസെപ്റ്റ് വരുന്നത്. വാതകാവസ്ഥയിലുള്ള പ്ലസും Cl മൈനസും കൂടെ കൂടി ചേർന്ന് 1 മോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അതിനെയാണ് നമുക്ക് ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ഇവിടെ ലാറ്റിസ് എനർജി നമുക്ക് ഗേഷ്യസ് അയോൺസിൻ ആയതുകൊണ്ട് നമ്മൾ -788 കിലോ ജൂൾ എന്ന് പറയുന്നു. ഈ സോഡിയം ക്ലോറൈഡ് Na പ്ലസ് Cl മൈനസ് ആകാനാണെങ്കിൽ 788 കിലോ ജൂൾ ആണ്. നമ്മളിവിടെ പറയാണ് ലാറ്റിസ് എൻതാൽപ്പി ദാറ്റ് ഈസ് ഈക്വൽ ടു -788 കിലോ ജൂൾ. ഓക്കെ, ലാറ്റിസ് എൻതാൽപ്പി ദാറ്റ് ഈസ് ഈക്വൽ ടു -788 കിലോ ജൂൾ. ഇനി ഡെൽറ്റ എച്ച് ഫോർമേഷൻ നടക്കാൻ വേണ്ടി നമുക്ക് ഈ സ്റ്റെപ്പുകൾ എല്ലാം കൂടെ കൂട്ടി കണക്കണം. ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് സോളിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ പ്ലസ് അയനൈസേഷൻ എനർജി പ്ലസ് എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി പ്ലസ് ലാറ്റിസ് എൻതാൽപ്പി. അന്നേരം നമുക്ക് ആൻസർ കിട്ടുകയാണ് -411 കിലോ ജൂൾ പെർ മോള്. ഇതാണ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. അന്നേരം ലാറ്റിസ് എൻതാൽപ്പി ഇതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഡെൽറ്റ എച്ച് ഫോർമേഷൻ കിട്ടത്തുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫോർമേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്, ഓർത്തിരിക്കുക. അന്നേരം ഇതിനെപ്പറ്റി ലാറ്റിസ് എൻതാൽപ്പി ഒക്കെ കണ്ടുപിടിക്കാനും ഫോർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സൈക്കിളാണ് ബോൺ ഹേബർ സൈക്കിൾ. ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. മെറ്റല് സോളിഡ് പ്ലസ് ഹാഫ് X2 സബ്ലിമേഷൻ നടത്തി ഗ്യാസ് ആകുന്നു, ഇവിടെ ഡിസോസിയേഷൻ നടത്തി ഗ്യാസ് ആകുന്നു. അതുപോലെ മെറ്റൽ ഗ്യാസിൽ അയനൈസേഷൻ എൻതാൽപ്പി നടന്ന് M+ ആകുന്നു. അതുപോലെ എക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ CH X- ആകുന്നു. 2 അയോൺസും കൂടെ കൂടി ചേർന്ന് സോളിഡായി മാറുന്നു. സോളിഡായി മാറുമ്പം നമുക്ക് ഇതിന്റെ ഫോർമേഷൻ ഓഫ് Mx ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ പ്ലസ് അയനൈസേഷൻ പ്ലസ് ഡെൽറ്റ എച്ച് ഡിസോസിയേഷൻ പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി പ്ലസ് ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ, ഇതാണ് ബോൺ ഹേബർ സൈക്കിളിലൂടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇതിന് ബോൺ ഹേബർ സൈക്കിള് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഓർത്തിരിക്കുക, നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ബോൺ ഹേബർ സൈക്കിൾ. ഇത് നമ്മൾ പഠിച്ചു വെക്കുകയാണ്. ഇപ്പൊ നമ്മൾ അയോണിക് ബോണ്ടിന്റെ കാര്യം പറഞ്ഞല്ലേ. അയോണിക് ബോണ്ടിന്റെ പ്രോപ്പർട്ടീസ്. അയോണിക് ബോണ്ട് എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. The network of ions have a definite geometric pattern which depends on the size and the charge of the ion. Ionic bond possesses high melting and boiling points due to strong electrostatic force of attraction between the ions. High melting point and boiling point ആണ്. അതുപോലെ ionic bonds good conductors of electricity in molten or dissolved state. Ionic compounds does not conduct electricity in solid state. എന്താണ് കാരണം? Not free to ions ഇല്ല, not free to move. അതുപോലെ ionic compounds are soluble in polar solvents like water as a solvent interact with the ions of ionic solid. നമുക്കറിയാം ഉപ്പ് വെള്ളത്തിലിട്ടാൽ ഉപ്പ് വെള്ളമായി മാറും അല്ലെ, കടലിലൊക്കെ നമുക്കറിയാം. The chemical reactions between ionic compounds in aqueous solution involves the combination between their ions. Such interactions are called ionic reaction. ഇപ്പൊ നമ്മള് കണ്ടത് അയോണിക് ബോണ്ട് പ്രോപ്പർട്ടീസ് ആണ്. ഇനി അടുത്ത ടൈപ്പ് കെമിക്കൽ ബോണ്ട്, അതായത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ നടക്കുന്ന എവിടെയാണ്? കോവാലന്റ് ബോണ്ടില്. Covalent bond between non-metallic elements of similar electronegativity. നമ്മൾ അയോണിക് ബോണ്ട് എവിടെയായിരുന്നു? മെറ്റൽസിലും നോൺ മെറ്റൽസിലും ആയിരുന്നു. ഇവിടെ നോൺ മെറ്റാലിക് എലിമെന്റ്സിലാണ് കോവാലന്റ് ബോണ്ട് കാണുന്നത്. വിത്ത് സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഫോംഡ് ബൈ ഷെയറിംഗ് ഇലക്ട്രോൺ പെയർസ്. അതുപോലെ കോവാലന്റ് കോമ്പൗണ്ട്സ് സ്റ്റേബിൾ നോൺ അയനൈസിംഗ് പാർട്ടിക്കിൾ, ദേ ആർ നോട്ട് കണ്ടക്ടേഴ്സ് അറ്റ് എനി സ്റ്റേറ്റ്. കോവാലന്റ് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ O2, CO2, C2H6, H2O, സിലിക്കൺ കാർബൈഡ് ഒക്കെ എന്താണ്? കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. നമുക്ക് കോവാലന്റ് കോമ്പൗണ്ട്സിന്റെ കോവാലന്റ് ബോണ്ട് 3 ആയിട്ട് തിരിക്കാം. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ H2 മോളിക്കുള്ളകത്ത് സിംഗിൾ ബോണ്ടാണ്. അതായത് 2 ഹൈഡ്രജൻ തമ്മിൽ ഒരു ബോണ്ട് വെച്ച് അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ബോണ്ടിനകത്ത് 2 ഇലക്ട്രോൺസ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്. ഡബിൾ ബോണ്ട് O2 ഡബിൾ ബോണ്ടിന് എക്സാമ്പിൾ ആണ്. ഇവിടെ
ഒരു ബോണ്ടിൽ 2 എണ്ണം ആണെങ്കിൽ 2 ബോണ്ടിൽ എത്രയായിരിക്കും? 4 ഇലക്ട്രോൺസ് കാണും, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ പെയർ എന്ന് പറയാം. ട്രിപ്പിൾ ബോണ്ടിന് എക്സാമ്പിൾ ആണ് ട്രിപ്പിൾ ബോണ്ട് N. ഇവിടെ ഒരു ബോണ്ടിൽ 2 എണ്ണം ആണെങ്കിൽ 3 ബോണ്ട് ആണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് അവിടെ കാണും? 6 ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്നുകൊണ്ട് നമ്മുടെ മനസ്സിലായിട്ട് വരേണ്ട കാര്യം. ഇനി കോവാലന്റ് ബോണ്ടിന്റെ പ്രോപ്പർട്ടീസ് എന്താന്ന് ചോദിച്ചാല്, compounds formed exist as discrete molecule, weak intermolecular forces due to small molecular size, mainly exist in liquid or gaseous state, sugar, urea, starch, etc. exist in solid state. അതുപോലെ കോവാലന്റ് കോമ്പൗണ്ട്സിന് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആണ്, കാരണം ഡ്യൂ ടു വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ്. അതുപോലെ പ്യുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഫ്യൂസ്ഡ് ഓർ ഡിസോൾവ് സ്റ്റേറ്റ്, ലെസ് സോലബിൾ ഇൻ വാട്ടർ, ഗീവ്സ് മോളിക്കുലർ റിയാക്ഷൻ. കോവാലന്റ് കോമ്പൗണ്ട്സ്. ഇനി വേറൊരു ബോണ്ടാണ് കോർഡിനേറ്റ് ഓർ ഡേറ്റീവ് കോവാലന്റ് ബോണ്ട്. ഇതൊരു ടൈപ്പ് കോവാലന്റ് ബോണ്ട് തന്നെയാണ് കേട്ടോ. കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. പക്ഷേ ഇവിടെ ഷെയർ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ഇവിടെ മെറ്റൽസും ഈ ലോൺ പെയർസ്, അതായത് ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്ത ആറ്റംസ് കൂടിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ട്രാൻസിഷൻ മെറ്റലായ അയണിന്റെ ഒക്കെ അടുത്തോട്ട് അമോണിയ ഒക്കെ വരുക, H2O മോളിക്കൂളൊക്കെ വരുവാണ്. എന്നിട്ട് H2Oക്കകത്ത് ഓക്സിജൻ ഒരു ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ എന്നായിരുന്നു, ഓക്സിജൻ അതിന്റെ ഇലക്ട്രോണെ അയണിന് കൊടുക്കുന്നു. അയൺ ഇഷ്ടംപോലെ ഡി ഓർബിറ്റിലുണ്ട്. അതായത് അയൺ താമസിക്കാൻ വേണ്ടി H2O മോളിക്കൂൾ കൂടെ വരുവാണെങ്കിൽ അതിന് റൂംസ്, അതായത് ഓർബിറ്റൽസ് കൊടുക്കുന്നു. നമ്മുടെ H2O എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കൊടുത്ത് റൂമിലോട്ട് കൊടുത്തിട്ട് അവിടെ കയറി താമസിക്കുന്നു. അതായത് ഇവിടെ H2O മോളിക്കൂളിനകത്ത് ഓക്സിജൻ ആണ് അതിന്റെ ലോൺ പെയറിനെ കൊടുത്ത് ഇവിടെ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഡേറ്റീവ് കോവാലന്റ് ബോണ്ട് ഉണ്ടാകുന്നു. എ ഡൈപോളാർ ബോണ്ട്, ഓൾസോ നോൺ ആസ് കോർഡിനേറ്റ് ലിങ്ക്, coordinate covalent bond, dative bond or semi-polar bond is a description of covalent bonding between two atoms in which both electrons shared in the bond comes from the same atom. ഇപ്പൊ നമ്മൾ അയണിന്റെ കാര്യം പറഞ്ഞു. അയണിന്റെ അടുത്ത് ആരാ വന്ന് കൊടുക്കുന്നത്? H2O മോളിക്കൂൾ കൊണ്ടുവന്ന് ഇലക്ട്രോണെ കൊടുക്കുന്നു. അന്നേരം അയൺ എന്താ ചെയ്യുന്നത്? അയൺ അതിന്റെ ഡി ഓർബിറ്റലിനെ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് ഡി ഓർബിറ്റലിന് മാത്രം കൊടുക്കുന്നു. എന്നിട്ട് അവർ തമ്മിൽ എന്തുണ്ടാകുന്നു? കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാകുന്നു. ഇതാണ് കോർഡിനേറ്റ് ഡേറ്റീവ് കോവാലന്റ് ബോണ്ട്. ഒരാൾ തന്നെയാണ് കേട്ടോ 2 ഇലക്ട്രോണേയും കൊടുക്കുന്നത്. അടുത്ത ടൈപ്പ് ബോണ്ടാണ് മെറ്റാലിക് ബോണ്ട്. ഈ മെറ്റാലിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റൽസിനകത്ത് കാണപ്പെടുന്ന ബോണ്ട് അല്ലെ മെറ്റാലിക് ബോണ്ട്. ദി കെമിക്കൽ ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽ ഇൻ വിച്ച് മൊബൈൽ വാലൻസ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് എമോങ് ആറ്റംസ് ഇൻ എ യൂഷ്വലി സ്റ്റേബിൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. മെറ്റാലിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം occurs between like atoms of metals in free state. ഒരുപോലത്തെ ആറ്റംസ്. വാലൻസ് ഇലക്ട്രോൺസ് ആർ മൊബൈൽ, അതായത് മൂവ് ഫ്രീലി എമോങ് ഓൾ മെറ്റൽ ആറ്റംസ്. പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺ. പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺ പോലെ അത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. മെറ്റാലിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹൈ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, ഡക്റ്റൈൽ, മാലിബിൾ, ഷൈനി, ഹാർഡ് സബ്സ്റ്റൻസ് ആണ് മെറ്റൽസ്. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഇൻ എ സോളിഡ് ആൻഡ് ലിക്വിഡ് ഫേസ്. ഇതാണ് മെറ്റാലിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ മെറ്റാലിക് കണ്ടക്ടറിനകത്ത് അല്ലെങ്കിൽ മെറ്റാലിക് ബോണ്ടിങ്ങിനകത്ത് മൊബൈൽ ഇലക്ട്രോൺസ് ദാറ്റ് എനേബിൾസ് മെറ്റൽ ഇലക്ട്രോൺസ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതുകൊണ്ടാണ് അത് ഇലക്ട്രിസിറ്റി കറണ്ട് എന്താ വാട്ട് ഈസ് കറണ്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അന്നേരം ഇവിടെ മൊബൈൽ ഇലക്ട്രോൺ സിസ്റ്റം പോലെ ദാറ്റ് എനേബിൾസ് മെറ്റൽസ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. നമുക്കൊരു മെറ്റാലിക് ബോണ്ടാണ് ഇവിടെ കാണുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ഇതിന് ചുറ്റും നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്. ദ ബോണ്ട് പ്രൊഡക്ഷൻ ഡ്യൂ ടു കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ആൻഡ് പോസിറ്റീവ് ന്യൂക്ലിയ ഓഫ് മെറ്റൽ ആറ്റം ഇസ് കോൾഡ് മെറ്റാലിക് ബോണ്ട്. മെറ്റാലിക് ബോണ്ടാണ്. ഇലക്ട്രോണും ഇവിടെ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ആൻഡ് ദ പോസിറ്റീവ് ന്യൂക്ലിയ ഓഫ് ദ മെറ്റൽ ആറ്റം. ഇതാണ് മെറ്റാലിക് ബോണ്ട്. മെറ്റാലിക് ബോണ്ടിന്റെ പ്രോപ്പർട്ടീസ്: കണ്ടക്ടിവിറ്റി, സോളിഡ് ആൻഡ് ലിക്വിഡ് മെറ്റൽ കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അതുപോലെ മെൽറ്റിംഗ് പോയിന്റ്, metal have high melting and boiling point because of the strength of the metallic bond. Malleable and ductile, അതായത് അടിച്ചു പരത്താം വലിച്ചു നീട്ടാം എന്നൊക്കെ പറഞ്ഞ പോലെ മെറ്റൽസ് ആർ മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. മെറ്റൽസ് ടിപ്പിക്കലി ഹാവ് എ ഷൈനി മെറ്റാലിക് ലസ്റ്റർ. ഇനി അടുത്താണ് വീക്ക് ആയിട്ടുള്ള ബോണ്ടാണ് നമുക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ, ഇതും മോളിക്യൂൾസിനെ തമ്മിൽ എന്ത് ചെയ്യുന്നു? അടുപ്പിച്ച് നിർത്തുന്നു.
വാണ്ടർവാൾ ഫോഴ്സ് നമ്മൾ കാണുന്നത് എവിടെയാണ്? നോബിൾ ഗ്യാസിനകത്തൊക്കെ വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ നോൺ പോളാർ മോളിക്യൂൾസ്, അതാണ് വാണ്ടർവാൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് അട്രാക്ഷൻ ബിറ്റ്വീൻ സ്പെഷ്യൽ പോളാർ മോളിക്യൂൾസ്, അട്രാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള മോളിക്യൂൾസ്, സ്പെഷ്യൽ ആയിട്ടുള്ള ആറ്റംസ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹൈഡ്രജൻ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആറ്റംസ് ആരൊക്കെയാണ്? ഹൈഡ്രജന് നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇവരെ 3 പേരെയും ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ആ ഹൈഡ്രജൻ ഇവർ 3 പേരും വരുവാണെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നു, ഒരു സ്നേഹബന്ധം, കൂടുതലായിട്ടൊരു സ്നേഹം കൊടുക്കുന്നു. അതിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അന്നേരം ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കേഴ്സ് ഓൺലി ബിറ്റ്വീൻ ഹൈഡ്രജൻ ഓഫ് 1 മോളിക്യൂൾ ആൻഡ് നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിനും എന്താണ്? ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈഡ്രജനെ അപേക്ഷിച്ചുണ്ട് അല്ലേ? ഇവിടെ സ്ട്രോങ് പോളാർ അട്രാക്ഷൻ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ നടക്കുന്നത്, ലൈക്ക് മാഗ്നറ്റ്സ്. ഇവിടെ നമ്മൾ H2O നോക്കിക്കേ. H2O ഈ ഹൈഡ്രജന്റെ ഇവിടെ ഒരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇവിടെ ഉള്ളത്. അതായത് ഒരു ഹൈഡ്രജൻ H2O അടുത്ത H2Oയുമായിട്ടുള്ള അട്രാക്ഷൻ. ആ അട്രാക്ഷൻ എങ്ങനെയാണ്? നമ്മുടെ ഹൈഡ്രജൻ നോക്കുമ്പോൾ ഇവിടെ ഓക്സിജൻ ഇരിക്കുന്നു. അന്നേരം ഓക്സിജനെ കാണുമ്പോൾ ഹൈഡ്രജൻ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ലൈക്ക്, ആ ലൈക്ക് കാരണം അവിടെ ഒരു ബോണ്ട്, ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നു. അതുമൂലം നമുക്കിവിടെ ഹൈഡ്രജൻ ഡെൽറ്റ പോസിറ്റീവും ഓക്സിജൻ കിട്ടുന്ന ഡെൽറ്റ നെഗറ്റീവും പോളാർ നേച്ചർ ഉണ്ടാകുന്നു. ഓക്കെ, ഇതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അതിപ്പോൾ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിനെ പറ്റി പഠിച്ചു, ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് പഠിച്ചു. ഇനി അതിന്റെ ബോണ്ടിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ബോണ്ട് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ബോണ്ട് പാരാമീറ്റേഴ്സ് ആണ് ബോണ്ടിന്റെ ലെന്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് എൻതാൽപ്പി ആൻഡ് ബോണ്ട് ഓർഡർ. ബോണ്ട് പാരാമീറ്റേഴ്സ് 4 ബോണ്ട് ലെന്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് എൻതാൽപ്പി ആൻഡ് ബോണ്ട് ഓർഡർ. ഓക്കെ, ബോണ്ട് ലെന്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ബോണ്ട് ലെന്ത് ആണ്. എയും ബിയും തമ്മിൽ 2 ആറ്റമാണ്, അവ തമ്മിലുള്ള ബോണ്ടിന്റെ ലെന്ത്, അതാണ് ബോണ്ട് ലെന്ത്. കോവാലന്റ് റേഡിയസ് is measured as the radius of an atom core which is in contact with the core of adjacent atom in a bonded situation. ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴുള്ള അതിന്റെ ആ ലെന്ത്. അതുപോലെ വാണ്ടർവാൾ റേഡിയസും ബോണ്ട് ലെന്ത് നമുക്ക് പറയാൻ പറ്റും. വാണ്ടർവാൾ റേഡിയസ് റെപ്രസെന്റ് ദ ഓവറോൾ സൈസ് ഓഫ് ദ ആറ്റം വിച്ച് ഇൻക്ലൂഡ്സ് ഇറ്റ്സ് വാലന്റ് ഷെൽ ഇൻ നോൺ ബോണ്ടഡ് സിറ്റുവേഷൻ. ഓക്കെ, ബോണ്ട് ലെന്ത് നമ്മൾ പറയാണ്. ഇനി ബോണ്ട് ആംഗിൾ എന്തായിരിക്കും? ബോണ്ട് ആംഗിൾ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഓർബിറ്റൽസ് containing the electron pair around the central atom and the complex ion. H2O-ക്കാണെങ്കിൽ 2 ഹൈഡ്രജനും ഓക്സിജനും കൂടെ, അന്നേരം അവിടെ ഒരു ആംഗിൾ ഉണ്ടാകും. അതുപോലെ ബോണ്ട് എൻതാൽപ്പി ഇതാണ് നമ്മള് ബോണ്ട് ആംഗിള്. ബോണ്ട് ആംഗിളിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും അല്ലെ, എന്നിട്ട് ഇവിടെ ബോണ്ട് ആംഗിൾ ആണ് ഈ കാണുന്നത്. ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട് ഉണ്ടായിട്ടുണ്ട്, ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണം. ബോണ്ട് എൻതാൽപ്പി ഇസ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 mole of bonds in 2 atoms in a gaseous state-നെയാണ് ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ 2 elements ഇൻ എ മോളിക്യൂൾ. ഇപ്പം ഇവിടെ നമ്മളിപ്പം കാണുവാണ് Hഉം Oയും തമ്മിൽ ബോണ്ട് ഓർഡർ 1 ആണ്, കാരണം നമ്പർ ഓഫ് ബോണ്ട്സ് എത്രയാണ്? 1. അന്നേരം ഇവിടെ എത്ര നമ്പർ ബോണ്ട്? നൈട്രജൻ പറയുകയാണെങ്കിൽ N3 അല്ലെ സോറി N2 എന്ന മോളിക്യൂളിനകത്ത് 2 നൈട്രജൻ തമ്മിൽ ബോണ്ട് ഓർഡർ 3, അതായത് 3 ബോണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ദ എലമെന്റ്സിന്റെ മോളിക്യൂളാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബോണ്ട് ലെന്ത് ഇപ്പൊ നമുക്ക് ഈ 2 മോളിക്യൂൾസ് ആണ്, അതിന്റെ ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിന്റെ ഇവിടെ കാണുവാണ് തമ്മിലുള്ള ദൂരം, ബോണ്ട് ലെന്ത്. ഇറ്റ് ഈസ് ഈക്വിവലന്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബോണ്ടഡ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. അതുപോലെ ഈച്ച് ആറ്റം ഓഫ് ദ ബോണ്ട് പെയർ കോൺട്രിബ്യൂട്ട്സ് ഈക്വൽ ടു ദ ബോണ്ട് ലെന്ത്. ബോണ്ട് ലെന്ത് ഇറ്റ് ഈസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ആങ്സ്റ്റം ഓർ പൈക്കോമീറ്റർ. ബോണ്ട് ലെന്തിന്റെ യൂണിറ്റ് പറയാണ്, ആങ്സ്റ്റമിലും പൈക്കോമീറ്ററിലും പറയാം. In a covalent compound, bond length is obtained by adding up the covalent radius of 2 bonded atoms. The covalent radius is half the distance between 2 similar atoms joined by a covalent bond in the same molecule. Covalent radius എന്ന് പറഞ്ഞാൽ half the distance between the 2 similar atoms joined by a covalent bond. Okay? ഇവിടെ നമ്മൾ covalent radius, the distance between 2 nucleus. This is the covalent radius. It is the half the distance between 2 nuclei or similar atoms that are bonded together by a single covalent bond.
van der Waals radius. The half of the bond length between two non-bonded atoms hold together by van der Waals force of attraction. അതിനെയാണ് van der Waals radius എന്ന് പറയുന്നത്. van der Waals radius. ബോണ്ട് ലെന്ത് കേട്ടോ, ബോണ്ടിന്റെ ലെന്ത്. നമുക്ക് നോക്കാം. പലതരത്തിലുള്ള ബോണ്ട് ഇതുണ്ട്. സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബോണ്ട് ലെന്ത് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ്. അതിന്റെ ബോണ്ട് ലെന്ത് 154. ഡബിൾ ബോണ്ടാണ് കാർബൺ, അതിന്റെ 134. കാർബൺ ട്രിപ്പിൾ ബോണ്ടിന്റെ 120. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ബോണ്ട് ലെന്ത് സിംഗിൾ ബോണ്ടിനാണ്. സിംഗിൾ ബോണ്ടിന്റെ ബോണ്ട് ലെന്ത് ആണ് ഇവിടെ CC, കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ 154. ഡബിൾ ബോണ്ടിനെ കുറഞ്ഞു 134ആയി. ട്രിപ്പിൾ ബോണ്ട് അതിനേക്കാളും കുറഞ്ഞു 120. അന്നേരം നമുക്കിവിടെ പറയാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ബോണ്ട് ലെന്ത് ഉള്ളത് ആർക്കാണ്? സിംഗിൾ ബോണ്ടിനാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ലെന്ത്. ഇപ്പം ഏറ്റവും കുറവ് ട്രിപ്പിൾ ബോണ്ടിനുമാണ്. അന്നേരം ഈ നമ്പർ ഓഫ് ബോണ്ടിനെയാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. അന്നേരം ബോണ്ട് ഓർഡറും ബോണ്ട് ലെന്തും തമ്മിൽ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ബോണ്ട് ലെന്ത് ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെന്ത് കുറയുന്നു. ഓക്കെ, triple bonds are considered to be the strongest bonds, followed by double and single bonds. Bond length decreases as the bond strength increases. Bond length decreases as the bond strength decreases due to increased attraction or due to formation of more bonds. The bond length of the homonuclear diatomic molecules are twice the covalent radii. Bond length of the homonuclear diatomic molecules are the twice the covalent radii. അടുത്ത ബോണ്ട് പാരാമീറ്റർ ആണ് ബോണ്ട് എൻതാൽപ്പി. എന്താ ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു മോൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നതിന് ആവശ്യമായ എനർജിനെയാണ് ബോണ്ട് എൻതാൽപ്പി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ amount of energy required to break one mole of bond of a particular type between two atoms in gaseous state. The unit of bond enthalpy is kilojoule per mole. Okay, kilojoule per mole ആണ്. Stronger the bond, larger bond enthalpy. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിന് കൂടുതൽ ബോണ്ട് എനർജി വേണം, എങ്കിൽ മാത്രമേ നമുക്കത് പൊട്ടിക്കാൻ സാധിക്കത്തുള്ളൂ. Strength of sigma bond is more than pi bond. Strength of sigma bond is more than pi bond. ഇവിടെ ബോണ്ട് അങ്ങനെയാണെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് എനർജി, ദ എനർജി റിക്വയർഡ് ടു എ ബ്രേക്ക് ബോണ്ട്. അങ്ങനെയാണെങ്കിൽ സിംഗിൾ ബോണ്ട് പൊട്ടിക്കാനാണോ ബ്രേക്ക് ചെയ്യാനാണോ, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാനാണോ, ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാനാണോ ഏറ്റവും കൂടുതൽ എനർജി ആവശ്യം? നമുക്ക് പറയാൻ സാധിക്കും ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിനുള്ള എനർജിയാണ് കൂടുതൽ. കാരണം നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കമ്പ്, ഒരു ചുള്ളിക്കമ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓടിക്കാൻ സാധിക്കും അല്ലേ? അതാണ് അവിടുത്തെ ബോണ്ട് എനർജി എന്ന് പറയുന്നത്. ഓടിക്കുക, അത് ബ്രേക്ക് ചെയ്യും. ഇനി 2 കമ്പ് വെക്കുവാണെങ്കിൽ എന്താണ്, ഇച്ചിരി കൂടെ പാടായിരിക്കും. ഇനി 3 കമ്പ് വെക്കുവാണെങ്കിലോ അത് പെട്ടെന്ന് അങ്ങനെ, അതായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ബ്രേക്ക് ചെയ്യാൻ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ട്രിപ്പിൾ ബോണ്ടിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി കൂടുതൽ, ബോണ്ട് എനർജി. ഓക്കെ, ഏറ്റവും കുറവ് സിംഗിൾ ബോണ്ടിനായിരിക്കും. ഇനി നമ്മളിവിടെ ബ്രേക്കിംഗ് ബോണ്ട്, ഇതിന്റെ എനർജി വെച്ച് നമുക്ക് പറയാൻ സാധിക്കും ബ്രേക്കിംഗ് ബോണ്ട് ഈസ് എൻഡോതെർമിക്. എൻഡോതെർമിക് ആണ്. നമുക്കിവിടെ നോക്കാം. എൻഡോതെർമിക് റിയാക്ഷൻ, എനർജി കൊടുക്കുന്ന റിയാക്ഷൻ ആണ് എൻഡോതെർമിക്. എനർജി മസ്റ്റ് ബി പുട്ട് ഇൻ ടു ബോണ്ട് ഇൻ ഓർഡർ ടു ബ്രേക്ക് ഇറ്റ്. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് എനർജി കൊടുക്കണം. കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ് ബ്രേക്കിംഗ് ബോണ്ട്സ് എന്ന് പറയുന്നത്. എൻഡോതെർമിക് റിയാക്ഷനകത്ത് റിയാക്ടൻസിനാണ് എനർജി കുറവ്, പ്രൊഡക്റ്റിന് എനർജി കൂടുതലാണ്. റിയാക്ടൻസിന് എനർജി കുറവ്, പ്രൊഡക്ട്സിന് എനർജി കുറവ്. അതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള പ്രൊഡക്റ്റും റിയാക്ടൻസും തമ്മിലുള്ള ആ എനർജി ഗ്യാപ്പാണ് എനർജി അബ്സോർബ് എന്ന് പറയുന്നത്. റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആകാൻ വേണ്ടി എന്ത് വേണം, എനർജി അബ്സോർബ് ചെയ്യണം. അതാണ് എൻഡോതെർമിക്. അന്നേരം ബ്രേക്കിംഗ് ബോണ്ട് എന്ന് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അടുത്തത് ഫോമിംഗ് ഓഫ് എ ബോണ്ട് ഈസ് എക്സോതെർമിക്. ഫോമിംഗ് ഓഫ് എ ബോണ്ട്, ഒരു പുതിയ ബോണ്ട് ഉണ്ടാവുകയാണ്. അന്നേരം ഇവിടെ റിയാക്ടൻസിനായിരിക്കും എനർജി കൂടുതൽ, പ്രൊഡക്റ്റിന് എന്താണ് എനർജി കുറവാണ്. അന്നേരം ഇവിടെ അത് എക്സോതെർമിക് ആണ്. അന്നേരം റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആകുമ്പോൾ എനർജി റിലീസ് ആകുന്നു. ഓക്കെ, ഇതൊന്ന് നമ്മുടെ മനസ്സിലേക്ക് വേണം. ബ്രേക്കിംഗ് ബോണ്ട് എൻഡോതെർമിക് ആണ്, ഫോമിംഗ് ബോണ്ട് എക്സോതെർമിക് ആണ്. ഗ്രാഫ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ബോണ്ട് ആംഗിൾ,
നോക്കിക്കേ, H2O മോളിക്കൂളാണ്. H2Oയ്ക്കകത്ത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും 104.5 ഡിഗ്രി ആംഗിളാണ് അവ തമ്മിലുള്ള ആംഗിള്. ബാലൻസ് ഇലക്ട്രോൺസ് ആണ് നമ്മുടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ആംഗിളാണ് 104.5 എന്ന് പറയുന്നത്. Bond angle is defined as the angle between the orbitals containing bonding electron pairs around the central molecule. ഈ ബോണ്ട് ആംഗിൾ വെച്ച് നമുക്ക് ഡിറ്റർമിൻ ഇറ്റ്സ് ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. HOH ബോണ്ട് ആംഗിൾ ഇൻ വാട്ടർ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു ബെൻഡ് സ്ട്രക്ചർ ആണ് H2Oയുടെ ബെൻഡ് സ്ട്രക്ചർ. ആംഗിൾ 104.5. ഈ ഓക്സിജൻ ചുറ്റും 2 ഇലക്ട്രോൺ പെയർ കാണുന്നുണ്ടല്ലോ, അതാണ് ലോൺ പെയർ ഓഫ് ഓക്സിജൻ. ഓക്കെ, ഇവിടെ ഈ ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ടാകുന്നുണ്ട്. ലോൺ പെയർ റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ ബോണ്ട് ആംഗിൾ ഈസ് എഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അറ്റ് ദ സെൻട്രൽ ആറ്റം. എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അറ്റ് ദ സെൻട്രൽ ആറ്റം ഓൾവേസ് ട്രൈ ടു റിപ്പൽ ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഈ ലോൺ പെയർ വെറുതെ ഇരിക്കും, മടിയനായിരിക്കുമ്പോൾ വെറുതെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ എന്നായുമാണ് അടുത്തുള്ള പണിയെടുക്കുന്ന ബോണ്ട് ഇലക്ട്രോൺസിനെയൊക്കെ റിപ്പൽ ചെയ്യുക, വികർഷിക്കുകയാണ്. Due to this, the bonds are displaced slightly inside, resulting in a decrease of a bond angle. Okay, അതുകൊണ്ടാണ് അവിടെ ഡിക്രീസ് ഇൻ ബോണ്ട് ആംഗിൾ. ഇവിടെ ബോണ്ട് ആംഗിളിനെ ഇത് ചെയ്യുന്നതാണ് എടുത്താണ്. ഇഫ് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദ സെൻട്രൽ ആറ്റം ഡിക്രീസസ്, ബോണ്ട് ആംഗിൾ ഡിക്രീസസ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദ സെൻട്രൽ ആറ്റം ഡിക്രീസ് ചെയ്യുമ്പോൾ ബോണ്ട് ആംഗിൾ ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ ഹൈബ്രിഡൈസേഷൻ, ബോണ്ട് ആംഗിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ സെൻട്രൽ ആറ്റം. നമുക്ക് ബോണ്ട് ആംഗിൾ പറയാൻ പറ്റും. sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ 109.29 ആണ് sp3. എക്സാമ്പിള് മീഥെയിൻ CH4. ഇവിടെ കാർബൺ നടുക്ക് നിൽക്കുന്നു, 4 ഹൈഡ്രജൻ ആറ്റം ചുറ്റും നിൽക്കുന്നു, ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. sp3 ഹൈബ്രിഡൈസേഷൻ, ബോണ്ട് ആംഗിൾ 109.29. അടുത്ത നമ്മുടെ ഹൈബ്രിഡൈസേഷൻ sp2 ആണെങ്കിൽ ബോണ്ട് ആംഗിൾ 120 ആണ്. ഇതൊന്നും ലോൺ പെയർ വരാത്ത കേട്ടോ, ലോൺ പെയർ സെൻട്രൽ ആറ്റത്തിന് വരുന്നില്ല, സാധാരണ രീതിയിലുള്ള ഹൈബ്രിഡൈസേഷൻ നടക്കുകയാണ്. എക്സാമ്പിൾ BCl3. അതുപോലെ sp ഹൈബ്രിഡൈസേഷൻ വരുവാണെങ്കിൽ ബോണ്ട് ആംഗിൾ 180 ആണ്. ഇത് കാണാതെ പഠിക്കുക. എക്സാമ്പിൾ BeCl2. ജനറലി the character increases in the hybrid bond, the bond angle increases. Okay, പല ഫാക്ടേഴ്സ് ആണ് ബോണ്ട് ആംഗിളിനെ കാണിക്കുന്നത്. എഫക്ട് ചെയ്യുന്ന ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി സെൻട്രൽ ആറ്റം ഉണ്ട്, അതുപോലെ ഹൈബ്രിഡൈസേഷനും ഉണ്ട്. ഈ ഹൈബ്രിഡൈസേഷൻ sp3 വരുവാണെങ്കിൽ sp2 വരുവാണെങ്കിൽ എത്രയാണ് ആംഗിൾ, sp വരുവാണെങ്കിൽ 180 ആണെന്നുള്ളതൊക്കെ കാണാതെ പഠിക്കുക. അടുത്ത ബോണ്ട് പാരാമീറ്റർ ആണ് ബോണ്ട് ഓർഡർ, ക്രമം. ദ CO ബോണ്ട് ഇൻ കാർബൺ മോണോക്സൈഡ് ഇസ് എ ട്രിപ്പിൾ ബോണ്ട്. നോക്കിക്കേ, ഈ കാർബണും ഓക്സിജനും തമ്മിൽ 3 ബോണ്ട് ബന്ധിച്ചിരിക്കുക. അതാണ് അന്നേരം അവിടെ അതിന്റെ ബോണ്ട് ഓർഡർ 3 എന്ന് പറയും. 6 ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഇൻ ട്രിപ്പിൾ ബോണ്ട്. ദ ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു 3. അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ബോണ്ട് ഓർഡർ കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു മോളിക്കൂളകത്ത് കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്, അതിന്റെ ബോണ്ട് ഓർഡർ 3 ആണ്. ഇവിടെ കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് ബോണ്ട് ഓർഡർ 1 ആണ്. ഈ 2 കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണ്, അത് ബോണ്ട് ഓർഡർ 2 ആണ്. ഇവിടെ 1.5 എന്ന് പറഞ്ഞു വരുന്നത് അതെന്നാണ്, കാർബണും ഓക്സിജനും തമ്മിൽ പാർഷ്യൽ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ടാണ് 1.5 എന്ന് പറയുന്നത്. അന്നേരം ബോണ്ട് ഓർഡർ നമ്മൾ പല രീതിയിൽ 1, 2, 3, 1.5, 2.5, 3.5 എന്നൊക്കെ പല ടേംസിൽ നമ്മൾ പറയുന്നു. The bond order shows the number of chemical bonds present between a pair of atoms. Okay, number of chemical bonds നെയാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ലെങ്തും ബോണ്ട് സ്ട്രെങ്തും ബോണ്ട് ഓർഡറും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. നമുക്കിവിടെ ഒരു ടേബിൾ തന്നിരിക്കുകയാണ്. സിംഗിൾ ബോണ്ട് ഉള്ളിടത്ത് ബോണ്ട് ലെന്ത് 154, അതിന്റെ ബോണ്ട് എനർജി 346 എന്ന് പറഞ്ഞു. ബോണ്ട് ലെന്ത് 154, ഏറ്റവും കൂടുതൽ ബോണ്ട് ലെന്ത് 154, ബോണ്ട് എനർജി 346. എന്താണ് ബോണ്ട് എനർജി എന്ന് പറയുന്നത്? കാർബൺ സിംഗിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നതിന് ആവശ്യമായ എനർജി 346 ആണ്. അതുപോലെ ഡബിൾ ബോണ്ട് ഉള്ളിടത്ത് ബോണ്ട് ലെന്ത് 134 ആണ്. 134ന്റെ ബോണ്ട് എനർജി 610. അന്നേരം എന്താ അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യാണ് ഈ C ഡബിൾ ബോണ്ട് C ബോണ്ട് ബ്രേക്ക് ചെയ്യിക്കുന്നതിന് ആവശ്യമായ എനർജി സിംഗിൾ ബോണ്ടിനേക്കാളും കൂടുതലാണ്. ട്രിപ്പിൾ ബോണ്ടിനകത്ത് ബോണ്ട് ലെന്ത് ഏറ്റവും കുറവാണ്. ഏറ്റവും കുറവായിട്ട് അവിടുത്തെ ബോണ്ട് എനർജി എന്നാൽ ഏറ്റവും കൂടുതലാണ്, 835. അന്നേരം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ബോണ്ട് ഓർഡർ ആൻഡ് ബോണ്ട് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്.
ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇവരുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ബോണ്ട് ഓർഡർ കൂടുന്ന അനുസരിച്ച് ബോണ്ട് എനർജി കൂടുന്നു, എന്നാൽ ബോണ്ട് ഓർഡർ കൂടുന്ന അനുസരിച്ച് ബോണ്ട് ലെങ്ത് കുറയുന്നു. അതുപോലെ ബോണ്ട് ലെങ്ത് കുറയുന്നതനുസരിച്ച് ബോണ്ട് എനർജി കൂടുന്നു. ഈ റിലേഷൻ ഓർത്തിരിക്കുക. ഇവിടെ ബോണ്ട് ലെങ്ത് മാത്രമാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ബോണ്ട് ഓർഡറും ബോണ്ട് എനർജിയുമായിട്ട്. എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയിട്ടുള്ള സ്പീഷീസിനെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഐസോ ഇലക്ട്രോണിക് മോളിക്യൂൾസ് ആൻഡ് അയോൺസ് ഹാവ് ഐഡന്റിക്കൽ ബോണ്ട് ഓർഡേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ F2 and O2 minus ഹാവ് ബോണ്ട് ഓർഡർ 1. അതായത് ഐസോ ഇലക്ട്രോണിക് ആണ്. N2CO and NO plus ഹാവ് ബോണ്ട് ഓർഡർ 3 ആണ്. അതും ഐസോ ഇലക്ട്രോണിക് ആണ്. N2CO NO plus സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, ബോണ്ട് ഓർഡർ 3 ആണ്. A general correlation useful for understanding the stabilities of molecule is that with increase in bond order, bond enthalpy increases and bond length decreases. നമുക്ക് പറയാം, with increase in bond order, bond length decreases and bond enthalpy increases. Okay. Then relation between bond order, bond length, bond enthalpy. നമ്മളിവിടെ കാണാം, bond order is directly proportional to bond energy. ബോണ്ട് എനർജി എന്ന് പറയുന്നത് തന്നെയാണ് ബോണ്ട് സ്ട്രെങ്ത് കേട്ടോ. ബോണ്ട് സ്ട്രെങ്ത് കൂടുമ്പോൾ ബോണ്ട് എനർജിയും കൂടുന്നു. അതാണ് ബോണ്ട് എനർജി ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്. നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ബോണ്ട് ഓർഡർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് എനർജി. ബോണ്ട് എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്. ബോണ്ട് സ്ട്രെങ്ത് inversely proportional to bond length. When a bond is strong, there is a higher bond energy because it takes more energy to break a strong bond. This correlates with bond order and bond length. When the bond order is higher, bond length is shorter. And the shorter the bond length, the greater the bond energy. Okay? കാണാതെ പഠിക്കുക. നേരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിച്ചത് വേരിയസ് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ്ങിനും ബോണ്ട് പാരാമീറ്റേഴ്സും ഒക്കെയാണ്. നേരം NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.